Welcome to Flavors of India. ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വന്നെത്തി നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചാവക്കാട് കടപ്പുറത്ത് വന്ന് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ബീച്ച് എന്ന് പറയുമ്പോൾ വളരെ പേര് കേട്ട സ്ഥലമാണ് ചാവക്കാട് ബീച്ച്. പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ചാവക്കാടായിരുന്നു ഫോറിൻ ഗുഡ്സ് കിട്ടുന്ന ഒരു സ്ഥലം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കേരളത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആൾക്കാർ വേണമെങ്കിലും ചാവക്കാട് വരും. എന്തെങ്കിലും എന്താ പറയുക ഇമ്പോർട്ടഡ് സാധനങ്ങൾ, ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ ഉള്ള പണ്ടൊക്കെ എന്താ പറയുക VCR അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ഇലക്ട്രോണിക് ഗുഡ്സ്, ഇതെല്ലാം തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ചാവക്കാട് തന്നെ വരണമായിരുന്നു. ഇപ്പോൾ പല ഭാഗങ്ങളിലും അല്ലാണ്ടും കിട്ടുന്നുണ്ട് കേരളത്തിൽ, പക്ഷേ ചാവക്കാടിന് അന്ന് ഭയങ്കര പ്രാധാന്യമാണ്. പിന്നെ ഇപ്പോൾ ഈ കടപ്പുറത്ത് ഞാൻ വന്ന് കറങ്ങി നടക്കുന്നത് രാവിലത്തെ മീൻപിടുത്ത കാഴ്ചകളെല്ലാം കാണാനാണ്. ഇത് ഏറ്റവും പറ്റിയ സമയമാണ്. അപ്പോൾ ഇവിടെ വലിയ വലിയ മോട്ടോർ ഘടിപ്പിച്ച ബോട്ടുകൾ ആഴക്കടലിലേക്ക് പോയിട്ട് വലിയ വലിയ മീൻ കൊണ്ടുവരും. പിന്നെ ചെറിയ ചെറിയ ബോട്ട്സ്, വള്ളങ്ങളെല്ലാം പോയിട്ട് കുഞ്ഞു മീനും പിടിച്ചുകൊണ്ടുവരും. അപ്പോൾ എല്ലാ കാഴ്ചകളും ഇവിടെ കാണാം. മീൻപിടുത്തം കഴിഞ്ഞൊരു വള്ളം ഇങ്ങനെ കരക്കെടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ബോട്ട്സും വള്ളവും എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ രാവിലെ. ഇപ്പൊ ദേ ഈ വള്ളത്തിലെ ചേട്ടന്മാർ മീനുമായിട്ട് എത്തിക്കഴിഞ്ഞു. ഇപ്പൊ ചെറിയ വള്ളത്തിലെ മീനാണ് ഇപ്പോൾ വലയിൽ നിന്ന് എടുത്തത്. അപ്പൊ ചെറിയ വള്ളം ആകുമ്പോൾ ചെറിയ മീനാണ്, കണ്ടില്ലേ, കുഞ്ഞു മത്തി. പിന്നെ വലിയ മോട്ടോർ ബോട്ടാണെങ്കിൽ വലിയ മീൻ, അയക്കൂറ. ഇവിടെ ഇഷ്ടം പോലെ അയക്കൂറ അതെ പുസ്തകണക്കിന് എടുത്ത് വെച്ചിരിക്കും. ഇതെല്ലാം വില പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. നെയ്മീനെന്ന് നമ്മുടെ നാട്ടിൽ പറയും, നമ്മുടെ ഭാഗത്തൊക്കെ, അതായത് കുറച്ച് എന്താ പറയുക തെക്കോട്ടൊക്കെ. പിന്നെ ഈ ഭാഗത്തൊക്കെ അയക്കൂറ എന്ന് ആ നെമ്മീൻ്റെ ഒരു നമുക്ക് ഏറ്റവും രുചിയുള്ളൊരു മീനാണ് നെമ്മീൻ എന്നല്ലേ. ഇതിപ്പോൾ ഒരുപാട് വലിയ സൈസല്ല, ഒരു മീഡിയം സൈസിലുള്ളതും എല്ലാം പല ടൈപ്പിലും. ഇതൊക്കെ എത്രയായിരിക്കും ഒരു കുട്ട? കിലോ കണക്ക്. ഇന്നത്തെ റേഞ്ച് എന്തായിരിക്കും? 220, 230 അല്ലേ? അപ്പൊ ഇത് ഇവിടുത്തെ ഹോൾസെയിൽ വിലയാണ് 220, 230. ഇപ്പൊ പൊതുവേ മീനൊക്കെ വില കൂടിയിരിക്കുന്ന സമയമല്ലേ. കണ്ടല്ലോ, ഇതിപ്പോ എത്ര കിലോയുടെ ആയിരിക്കും? ഇത് 3-3.5 കിലോ. അപ്പൊ ഇത് പല പിന്നെ വെയിറ്റിലുള്ളതുണ്ട്. 3, 3.5, 4, 5, 6 വരെയൊക്കെ പോകും അല്ലേ ആ സൈസ്? അല്ല ഇപ്പൊ ഇവിടെ ഉള്ളത് ഏകദേശം 7 വരെ ഉള്ളതുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോ രീതിയാണ് അല്ലേ. നല്ല രസകരമാണ് ഈ കാഴ്ചകൾ. കാര്യം മീൻ കാണുന്നത് തന്നെ ഒരു ഭംഗിയാണ്. ഇപ്പം മീനിനൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടൊക്കെ വിൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്, നമുക്ക് ഇഷ്ടമുള്ള. അപ്പം ഈ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം എന്താ പറയണ്ട, ഫിഷ് എന്ന് പറയുന്നൊരു കാര്യം എല്ലാവരും തന്നെ ജനറലി കഴിക്കുന്ന കാര്യമാണ്. മറ്റ് വിഭവങ്ങളൊക്കെ പക്ഷേ ചിക്കൻ മാത്രം കഴിക്കുന്നവരുണ്ടാവും. ഇറച്ചിയുടെ കാര്യത്തിൽ ചിലർ ബീഫ് കഴിക്കില്ല, അങ്ങനെയൊക്കെ ചില വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ മീനിന്റെ കാര്യത്തിൽ ഏകദേശം പിന്നെ നോൺ വെജ് കഴിക്കുന്ന എല്ലാവരും തന്നെ മിക്കവാറും ഒരു 95% മീൻ കഴിക്കുന്ന ആൾക്കാരായിരിക്കും. പണ്ട് തോമാശ്ലീഹ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെയുള്ള ഒരുപാട് നമ്പൂതിരി കുടുംബങ്ങളിലുള്ള ആൾക്കാരെ എല്ലാം ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി കുറേ നമ്പൂതിരി കുടുംബങ്ങൾ ശപിച്ചുകൊണ്ട് ഈ സ്ഥലം വിട്ടു പോയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇത് ശാപക്കാടായി എന്നും പിൽക്കാലത്ത് ഈ ശാപക്കാട് ചാവക്കാടായി മാറിയെന്നും ഒക്കെയാണ് ഈ പേരിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെയുള്ള കഥകളുമെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ പല തിയറീസും ഉണ്ടാവും ഒരു സ്ഥലത്തിന്റെ പേര് നിർണ്ണയിക്കുന്ന കാര്യത്തിൽ. അപ്പോൾ അങ്ങനത്തെ കുറേ രസകരമായ കഥകളും കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ചാവക്കാട് എന്ന് പറയുന്ന ഈ മനോഹരമായ സ്ഥലം കണ്ടില്ല, ബീച്ചിന്റെ ഒരു ഭംഗി നോക്കൂ, നല്ല രസമാണ്. രാവിലെ പ്രത്യേകിച്ച് ഈ സമയത്ത് വരണം. പിന്നെ ആകാശം വളരെ തെളിഞ്ഞ ആകാശം, നല്ല ബ്ലൂ സ്കൈ, നല്ല ബ്ലൂ വാട്ടർ, പിന്നെ വലിയ തിക്കും തിരക്കൊന്നുമില്ല. രാവിലത്തെ കാഴ്ചകൾ എപ്പോഴും രസകരമാണ്. പക്ഷെ ഭയങ്കര വെയിലുള്ള സമയത്ത് വരരുത്, വെയിലായിട്ടില്ല, പിന്നെ നല്ല കൂളായിട്ട് കിടക്കുന്ന ഒരു ക്ലൈമറ്റാണ്. ഒരു ബീച്ചിൽ വന്നാൽ എങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക? ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നു, കാല് നനയ്ക്കണോ വേണ്ടയോ, പക്ഷെ അറിയാണ്ട് ഇറങ്ങിപ്പോയതാണ്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ ആർക്കും തന്നെ അത് റെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല.
ഭയങ്കരമായ അയ്യോ ഒരു സൂപ്പർ തിരയായിരുന്നു. രസമായിട്ട് തോന്നുന്നു അല്ലേ? വരാൻ തോന്നുന്നുണ്ടോ ഇവിടേക്ക് വന്നൊന്ന് കറങ്ങി നടക്കാനായിട്ട്? എന്നാൽ ഈ രാവിലെ കാഴ്ച നമുക്ക് സമയമുണ്ടെങ്കിൽ കുറച്ചു നേരം എല്ലാ ദിവസവും രാവിലെ ഒരു 1/2 മണിക്കൂർ ബീച്ച് ഏരിയയിൽ വരിക. നല്ലൊരു റിലാക്സേഷനാണ്, നല്ല അന്തരീക്ഷമാണ്, നല്ല എന്താ പറയുക ഒട്ടും പൊല്യൂട്ടഡ് അല്ലാത്തൊരു നല്ല ശുദ്ധമായ വായുവൊക്കെ ശ്വസിച്ച് നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. കാര്യം കടലിലേക്ക് വെറുതെ നോക്കി നിൽക്കുന്നതിന് എന്ത് രസമാണ്. നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന കാഴ്ചകളാണിത്. എനിക്കിവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല, പക്ഷേ കുറേ കാര്യങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ രാവിലത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞു. ഞാനിനി ഈ ഭാഗത്തു നിന്നും ചാവക്കാട് ഭാഗത്തു നിന്ന് പോകാൻ പോവാണ്.